ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇത്തവണ വെക്കേഷനായിട്ട് കുറുമ്പൻസായിട്ട് എവിടെ ഇറങ്ങിയില്ല. അപ്പോൾ 2-3 ദിവസമായിട്ട് കുറുമ്പൻസ് ഭയങ്കര വാശി നിൽക്കുമായിരുന്നു എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാൻ. അങ്ങനെ നമ്മൾ ഇന്ന് ആശ്രാമത്തെ ഓഷ്യൻ ഫെസ്റ്റ് നടക്കുന്നിടത്ത് പോയി കേട്ടോ. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ഭയങ്കര ആളൊക്കെ ആയിരുന്നു. വണ്ടി ഇടാൻ പോലും സ്ഥലമില്ലായിരുന്നു. കാരണം 3 ടൈപ്പ് സർക്കസും ഓഷ്യൻ ഫെസ്റ്റും പിന്നെ വേറൊരു പ്രോഗ്രാമും അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റേതായ തിരക്കുകളും ഓണമല്ലേ. ആദ്യമൊക്കെ ഞാൻ ഉത്രാടപ്പാച്ചിലിന് ഇത്ര ആളുകളെ കണ്ടിട്ടുണ്ട്, പക്ഷെ അവിട്ടമായിട്ടും നല്ല രീതിക്ക് ആളുകളുണ്ടായിരുന്നു കേട്ടോ. റോഡിലൊക്കെ നല്ല തിരക്കുമായിരുന്നു. നമ്മൾ ഒരുവിധം എന്തായാലും പാർക്ക് ചെയ്യാനൊക്കെ പറ്റി. അങ്ങനെ നമ്മൾ അകത്തോട്ട് പോകാൻ കുറുമ്പൻസിൻ്റെ വാപ്പിച്ച് ടിക്കറ്റൊക്കെ എടുക്കാൻ പോയി. നല്ല തിരക്കുണ്ടായിരുന്നു, കണ്ടില്ലേ. ഒരു സൈഡിൽ സർക്കസ്, പിന്നെ സീ വേൾഡ്, പിന്നെ നമുക്ക് വേണ്ടുന്ന ഇത് രണ്ടുമല്ല ഓഷ്യൻ്റേതായിരുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി കേട്ടോ. ആ റോബോട്ടിനെയൊക്കെ കാണുമ്പോൾ കുറുമ്പൻസിൻ്റെ റിയാക്ഷൻസൊക്കെ അറിയണ്ടേ. അങ്ങനെ അങ്ങോട്ടാണ് പോയത്. ഇറങ്ങിയപ്പോൾ തന്നെ ചാടി പുറത്തിറങ്ങി നമ്മുടെ കുട്ടിക്കുറുമ്പൻ. അത് കഴിഞ്ഞ് നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയപ്പോൾ കുറേ ബേർഡ്സ്. 2 പേർക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. കുട്ടിക്കുറുമ്പ് അതിൻ്റെ അടുത്ത് കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ ഇരിക്കണ്ട പോന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ റോബോട്ടിൻ്റെ സെക്ഷനായിരുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി കേട്ടോ. ആദ്യം ഇങ്ങനെ വലുതായിട്ട് റോബോട്ടിനെ ഒന്നും കണ്ടില്ല. അവിടെ എഴുതി വെച്ചേക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കി. അതിന് ശേഷം എല്ലാവരും വന്നതിന് ശേഷമാണ് റോബോട്ടിനെ ഓണാക്കിയത്. പട്ടിയുടെ മോഡലുണ്ടല്ലോ, അതായിരുന്നു. അതെല്ലാം അവിടെ ചുറ്റിനും നടക്കുമായിരുന്നു. കുറേ നേരം അവിടെ നിന്നു. പിന്നെ ഫോട്ടോ സെക്ഷൻ, റോബോട്ടായിട്ടുള്ള ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. കുറുമൻസ് ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്തൊരു സെക്ഷൻ, നല്ല തിരക്കായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്ക്. നമ്മൾ നിന്നാൽ മതിയായിരുന്നു, അത് കണക്ക് ആളുകൾ കൊണ്ടുപോകുമായിരുന്നു. പിന്നെ ഈ ഒരു വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ വിചാരിച്ച റോബോട്ട് അതൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ കുറച്ച് നേരം വാച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും രണ്ടും 2 രീതിയിലുള്ളതാണ്. അത് കഴിഞ്ഞ് മീനിൻ്റെ സെക്ഷനിലോട്ട് പോയി. ആദ്യം തന്നെ മത്സ്യകന്യകനെയാണ് കണ്ടത്. മത്സ്യകന്യകയല്ല, മത്സ്യകന്യകനെയാണ് കണ്ടത്. ആദ്യം ടാറ്റയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞാണ് നമ്മൾ അടുത്ത മത്സ്യകന്യകയെ കാണാൻ പോയത്. ഒരുപാട് ഇഷ്ടമായിട്ടോ 2 പേർക്കും. കുറേ നേരം അയാനൊക്കെ ആണെങ്കിൽ അതെന്തുവാ മത്സ്യകന്യക എന്നും പറഞ്ഞ് കിടന്ന് കൂവുമായിരുന്നു. പിന്നെ ടാറ്റയൊക്കെ പറഞ്ഞ് അടുത്ത സെക്ഷനിലോട്ട് പോയി കേട്ടോ. ഇത്രയും നേരം എങ്ങനെ വെള്ളത്തിൽ നിൽക്കുന്നതെന്നായിരുന്നു ആലോചന. ആ ഫ്ലവേഴ്സൊക്കെ എടുത്ത് നല്ലൊരു രീതിയിലുള്ള പെർഫോമൻസ് എല്ലാം നമ്മുടെ മത്സ്യകന്യക കാഴ്ചവെച്ച്. പിന്നെ കുറേ നേരം അവിടെ തന്നെ നിന്നു. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ മീനിൻ്റെ സെക്ഷനിലോട്ട് കയറി കേട്ടോ. ആദ്യം തന്നെ കടൽ മത്സ്യങ്ങൾ, കുറേ വെറൈറ്റീസ് ഓഫ് ഫിഷസ് ഉണ്ടായിരുന്നു. മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ കളർ ഫിഷുകളായിരുന്നു. കുറേ നേരം അവിടെ നിന്നു. അത് പിന്നെ എപ്പോഴും കാണുന്നത്, അതുകൊണ്ട് എല്ലാ വീഡിയോസും ഒന്നും എടുത്തത് കൂടുതൽ അപ്ലോഡ് ചെയ്തതുമില്ല. എപ്പോഴും മീനെ കാണുന്നതല്ലേ, അതുകൊണ്ട്. കളർ ഫിഷൊക്കെ സൂപ്പറായിരുന്നു. നമ്മൾ കാണാത്ത വെറൈറ്റീസ്, നമ്മൾ ടി വിയിൽ പോലും കണ്ടിട്ടില്ല ചില ഫിഷസൊന്നും. അത് കണക്ക് വെറൈറ്റി ഫിഷസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല നീളവും വണ്ണവും ഒക്കെ ഉള്ളത്. ചിലതൊക്കെ മരിച്ചു പോയതാണോ എന്തോന്നറിയില്ല. മൊത്തത്തിൽ കുറേ നാളായില്ലേ ഇതിനകത്ത് കിടക്കാൻ തുടങ്ങിയിട്ട്. അതിൻ്റേതായിട്ടുള്ള ക്ഷീണങ്ങളായിരിക്കും. വലിയ വലിയ ഫിഷസാണ്. ഇതിനൊന്നും ഞാൻ കണ്ടിട്ട പോലുമില്ല. ഫസ്റ്റ് ടൈമാണ് ഇതിനെയൊക്കെ കാണുന്നത് തന്നെ. പിന്നെ നമ്മുടെ ഫേവറേറ്റ് ഫിഷസ് വന്നു. ഭയങ്കര കളർഫുള്ളായിട്ട് നല്ല രസമല്ലേ ഇതിനെ കാണാൻ തന്നെ. കുറേ നേരം ഈ ഫിഷസിൻ്റെ കൂടെ തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ടണലിലോട്ട് കയറാനുള്ള എൻട്രൻസിലേക്ക് പോയി കേട്ടോ. അതിന് മുമ്പായിട്ട് വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു.
ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. നല്ല വാലിന് നീളമുള്ള സൈസൊക്കെ ഉണ്ടായിരുന്നു. ടണലിലോട്ട് എൻട്രിയും ഭയങ്കര പാടായിരുന്നു, അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളുണ്ടായതുകൊണ്ട് ഇത്തിരി കയറ്റി വിട്ടു. അത് കഴിഞ്ഞ് നമ്മൾ ഫിഷിൻ്റെ സ്റ്റോളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങിയതല്ല, കച്ചവടത്തിൻ്റെ ആ സെക്ഷനിലോട്ട് പോയി കേട്ടോ. എല്ലാ ടൈപ്പും നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സൈസ് സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പെൻസിൽസ്, കമ്മൽ, ക്ലിപ്പ്, മാറ്റ്, പിന്നെ ഫുഡ് കോർട്ട്, എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ടായിരുന്നു അവിടെ. ടാറ്റു ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കോർട്ടിൽ നിന്നൊന്നും മേടിച്ചില്ല, എനിക്കങ്ങനെ മേടിച്ച് കൊടുക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഫുഡ് കോർട്ടിൽ നിന്നൊന്നും മേടിച്ചില്ല. പിന്നെ അവർക്ക് ഈ കൊണ്ടാട്ടം മോഡൽ സാധനങ്ങളുണ്ടല്ലോ, ഈ വറുക്കുന്ന പപ്പടം, ആ ടൈപ്പ് സാധനം മേടിച്ചു കൊടുത്ത്. അവിടെ നിന്ന് പിന്നെ പുറത്തിറങ്ങിയപ്പോൾ കുറേ റൈഡുകളുണ്ടായിരുന്നു, പക്ഷെ അവിടെ ഒന്നും കയറ്റിയില്ല കേട്ടോ. നല്ല തിരക്ക് കാരണം നമ്മൾ അവിടെ ഒന്നും കയറ്റിയില്ല. കുറുമ്പൻസിനെ എല്ലാം കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു, അത്രയേ ഉള്ളൂ. നമ്മുടെ ഞാൻ കയറണമെന്നൊക്കെ ഭയങ്കര ഇതായിരുന്നു. പിന്നെ ബീച്ചിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോഴത്തേന് ആളൊതുങ്ങി. പിന്നെ ഇന്നത്തെ ഫങ്ഷന് വേണ്ടിയിട്ടുള്ള സ്റ്റേജ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ട് കുറേ പേര് അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോയത് ഫലൂഡ നേഷനിലേക്കായിരുന്നു. കുട്ടിക്കുറുമ്പൻ ഓർഡറൊക്കെ ചെയ്ത ഐറ്റംസ് അവർക്ക് തന്നെ ബുക്ക് കൊടുത്തിട്ട് ഓർഡർ ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ബീച്ചിലോട്ട് പോയി കേട്ടോ. അത് കഴിച്ചിട്ട് ബീച്ചിൽ ചെന്നപ്പോൾ നമ്മുടെ ഫെസ്റ്റിനേക്കാൾ ഇരട്ടി ആളായിരുന്നു. വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ലായിരുന്നു, അത്രയ്ക്ക് ആളായിരുന്നു കേട്ടോ അവിടെ. അത് കഴിഞ്ഞ് ഒരുവിധം എന്തായാലും പറഞ്ഞതല്ലേന്നും പറഞ്ഞ് ഒരിടത്ത് എന്തായാലും പാർക്ക് ചെയ്ത് കുറച്ച് നേരം അവിടെ ഇരുന്നു. അധികം ഒന്നും ഇരുന്നില്ല, കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് നമ്മൾ തിരിച്ച് സലീം ഹോട്ടലിൽ വന്ന് ഫുഡും കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.